സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യം ദ്വിതീയ സോപാൻ എക്സാമിന് റിട്ടൺ ടെസ്റ്റിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 25 മാർക്കിൻ്റെ വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുക. പ്രവേശ് ഭാഗത്തു നിന്നും പ്രഥമ സോപാൻ, ദ്വിതീയ സോപാൻ എന്നിങ്ങനെ 3 ഭാഗത്തു നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. BP-യുടെ മുഴുവൻ പേര് എഴുതുക. സർ റോബർട്ട് സ്റ്റീഫൻസൺ സ്മിത്ത് ബെയ്ഡൻ പവൽ. ഗൈഡ് മോട്ടോ എന്ത്? ബി പ്രിപ്പയർഡ് അല്ലെങ്കിൽ തയ്യാർ എന്നും നമുക്ക് എഴുതാം. സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് പ്രസിദ്ധീകരിച്ച വർഷം 1908. ദേശീയ പതാകയിലെ വെള്ള നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? സമാധാനം, പരിശുദ്ധി. BP-യുടെ കുട്ടിക്കാലത്തെ ഓമന പേര് എന്ത്? സ്റ്റെഫി. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നിലവിൽ വന്ന വർഷം 1950 നവംബർ 7. ക്രിസ്റ്റൽ പാലസ് റാലി നടന്ന വർഷമേത്? 1909. ഗൈഡ് സൈൻ കാണിക്കുന്നത് എപ്പോഴെല്ലാം? പ്രതിജ്ഞ എടുക്കുമ്പോഴും പ്രതിജ്ഞ പുതുക്കുമ്പോഴും. ആരാണ് BP-ക്ക് ഇടത് കൈ ഹസ്തദാനം നൽകിയത്? ആശാൻ്റെ ഗോത്രതലവൻ പേരമ്പെ. ആദ്യത്തെ ഗൈഡ് ക്യാപ്റ്റൻ ആര്? ആഗ്നസ് BP. പരിചിന്തന ദിനം അഥവാ തിങ്കിങ് ഡേ എന്ന്? ഫെബ്രുവരി 22. പട്രോൾ ഫ്ലാഗിൻ്റെ നിറം എന്ത്? വെള്ള. കെട്ടുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കെട്ട് ഏതാണ്? ബോലൈൻ. ഒരു പട്രോളിൻ്റെ അംഗസംഖ്യ എത്ര? 6 മുതൽ 8 വരെ ആകാം. ഞാൻ വീട്ടിലേക്ക് പോയി എന്നതിൻ്റെ വനചര സൂചന എന്ത്? സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, ഒരു കുഞ്ഞ് വട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു പോയിൻ്റ് പോലെ ഇടുന്നതാണ് ആ ഒരു വനചര സൂചന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വേൾഡ് ഗൈഡ് ഫ്ലാഗിലെ 3 ഇതളുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രതിജ്ഞയിലെ 3 ഭാഗങ്ങളെ. ത്രികോണ ബാൻഡേജിലെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ്? 1 മീറ്റർ. മഴുവിൻ്റെ മൂർച്ചയുള്ള ഭാഗത്തിന് പറയുന്ന പേര് എന്ത്? എഡ്ജ് ഓർ ബിറ്റ്. ഈർപ്പമുള്ള ചൂടുള്ള വസ്തുക്കൾ കൊണ്ടുള്ള പൊള്ളലിനെ പറയുന്ന പേര്? സ്കാൾസ് അല്ലെങ്കിൽ വേവൽ. 7 നക്ഷത്രങ്ങൾ അടങ്ങുന്ന സമൂഹത്തെ വിളിക്കുന്ന പേര്? സപ്തർഷി അല്ലെങ്കിൽ ഗ്രേറ്റ് ബിയർ എന്നെഴുതാം. ഫയർ ട്രയാങ്കിളിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാം? 3 കാര്യങ്ങളാണുള്ളത്. ഫ്യുവൽ അല്ലെങ്കിൽ ഇന്ധനം, എയർ അല്ലെങ്കിൽ വായു, ഹീറ്റ് അല്ലെങ്കിൽ താപം എന്നിങ്ങനെ എഴുതാം. BP ജനിച്ചത് എന്ന്? 1857 ഫെബ്രുവരി 22. മെഫക്കിംഗ് പ്രതിരോധം എത്ര ദിവസം നീണ്ടുനിന്നു? 217 ദിവസം. ആദ്യത്തെ സ്കൗട്ട് ക്യാമ്പ് എന്ന് എവിടെ വെച്ച് നടന്നു? ഇംഗ്ലീഷ് ചാനലിൽ ഉള്ള ബ്രൗൺസി ഐലൻഡിൽ വെച്ച് 1907 ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 8 വരെ. കോമ്പസിലെ പ്രധാന ദിശകൾ ഏതെല്ലാം? തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. നിങ്ങൾക്ക് ഇത്രയാണ് റിട്ടൺ ടെസ്റ്റിന് വന്നിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആൻസർ ചെയ്യാവുന്നതാണ്. വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒഴികെ നമ്മുടെ ലോയും പ്രോമിസും എന്തായാലും എക്സാമിനുണ്ടാകും. ദ്വിതീയ സോപാൻ എക്സാമിന് ഒരുങ്ങുന്ന എല്ലാ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനും വിജയാശംസകൾ.